CBSE റിസൾട്ട് ഒക്കെ കൃത്യസമയത്ത് വന്നിട്ട് പോലും നിങ്ങൾക്ക് കിട്ടിയ മാർക്കിന്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാത്തവരാണോ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഹൗ ടു കാൽക്കുലേറ്റ് യുവർ പെർസെൻറ്റേജ്. നിങ്ങൾക്ക് ഇപ്പോൾ SSLC പഠിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവരൊക്കെ മണി പോലെ എത്ര പെർസെൻറ്റേജ് കിട്ടി എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലെങ്കിൽ സാറ് ഹെൽപ്പ് ചെയ്യാം. ബെസ്റ്റ് ഓഫ് 5 റൂൾ എന്തൊക്കെയാണെന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ആദ്യം തന്നെ നിങ്ങൾ 5 സബ്ജക്റ്റ് കൺസിഡർ ചെയ്യുക. അതിലെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ കിട്ടിയ മാർക്ക് എത്രയാണോ അത് കമ്പൽസറി ആണ്. ഈ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന 5 സബ്ജക്റ്റിൽ എന്തായാലും ഇംഗ്ലീഷിൽ കിട്ടിയ മാർക്ക് നിർബന്ധമായിട്ടും വേണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബാക്കിയുള്ള 4 സബ്ജക്റ്റ് എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഒരു 90 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ 90 മാർക്ക്, ഹിന്ദിക്ക് 80 മാർക്ക്, മാത്സിൽ ഇത്തിരി കുറഞ്ഞു പോയി 60 മാർക്ക് ഉണ്ട്, സയൻസിൽ 80 മാർക്ക് ഉണ്ട്, SSTക്ക് അതായത് സോഷ്യൽ സ്റ്റഡീസിന് 90 മാർക്ക് ഉണ്ട്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കും മനസ്സിലാവും. മാത്സിൽ ഒരു എക്സാമ്പിൾ പറയാൻ കേട്ടോ, മാത്സിൽ ഇപ്പോൾ 60 മാർക്കാണ്. ആ കുട്ടിക്ക് 60 മാർക്ക്, മാത്സിൽ ഇത്തിരി മാർക്ക് കുറഞ്ഞു പോയി. ഇത് പെർസെൻറ്റേജിന് എഫക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട് ഈ ബെസ്റ്റ് ഓഫ് 5 റൂൾ വരുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് IT അല്ലെങ്കിൽ AO CA PE മ്യൂസിക് പോലത്തെ സബ്ജക്റ്റുകൾ ഉണ്ടാവാം. ഇൻഫർമേഷൻ ടെക്നോളജി, അതുപോലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, മ്യൂസിക്. അപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ മാർക്കാണ് എഴുതിയിട്ടുള്ളത്. എനിക്കന്ന് ITക്ക് ഒരു 90 മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ITക്ക് 90 മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് ഇതിലെ ആദ്യം നമ്മൾ എഴുതിയിട്ടുള്ള ഇത്രയും സബ്ജക്റ്റുകളുടെ മാർക്കിലെ മാത്സിൻ്റെ ഈ മാർക്കിന് പകരം റീപ്ലേസ് ചെയ്യാം. എഴുതി വെച്ചിട്ട് എനിക്ക് ITക്ക് കിട്ടിയ ഈ മാർക്ക് വെച്ചിട്ട് ധൈര്യമായിട്ട് ഈ മാത്സിൻ്റെ മാർക്ക് നമുക്ക് ഈ പെർസെൻറ്റേജിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 5 സബ്ജക്റ്റിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. പകരം നമുക്ക് ബെസ്റ്റ് ഓഫ് 5 വെച്ചിട്ട് ITക്ക് എനിക്ക് 90 മാർക്ക് ഉണ്ടെങ്കിൽ ഈ 90 മാർക്ക് എനിക്ക് ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് പെർസെൻറ്റേജ് കണ്ടുപിടിച്ചോ, പ്രശ്നം തീർന്നില്ലേ? ആ ഒരു സബ്ജക്റ്റിൽ മാർക്ക് കുറഞ്ഞു പോയി. ഇപ്പോൾ മാത്സിൽ തന്നെയാണെന്ന് ചിലപ്പോൾ സയൻസിലാവാം 60 മാർക്ക്. അപ്പോൾ ഒരു സബ്ജക്റ്റ് നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ബെസ്റ്റ് ഓഫ് 5 റൂൾ വരെ ആ വഴി കിട്ടുന്നുണ്ട്. അത് ഒന്ന് ഓർത്തിരിക്കുക. മാത്രമല്ല, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇനി പെർസെൻറ്റേജിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? ഇത്രയും 5 സബ്ജക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇംഗ്ലീഷ് എന്തായാലും വേണം. ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ് നമ്മൾ റീപ്ലേസ് ചെയ്ത് വെച്ചിട്ട് IT വെച്ചിട്ട് സയൻസ്, SST. ഇപ്പം 1 2 3 4 5ാമതായിട്ട് IT 5 സബ്ജക്റ്റും കൂടെ മാർക്ക് കൂടി ആഡ് ചെയ്യുക. ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയും നമുക്കറിയാം 500 ആണ്. 5 സബ്ജക്റ്റിൻ്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ 500 അല്ലേ? ഇൻറ്റു 100 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർസെൻറ്റേജ് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി എൻ്റെ മക്കൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്കൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ ഓരോ ഫ്രണ്ട്സിനും നമ്മുടെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുകൊണ്ടാം. ബൈ ബൈ ഓൾ. താങ്ക് യു.